بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി 84ാമത്തെ ഹിക്മത്താണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ പറഞ്ഞത് സന്തോഷവും ദുഃഖവും ഖബള് ബസ്ത് എന്നാണ് തസവ്വുഫിൽ പറയുക. ഖബള് ബസ്ത് ഉണ്ടാകാനുള്ള കാരണം മൻഉം അത്താവാണ്. മൻഅ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു തആല അടിമക്ക് കിട്ടേണ്ട ചില സംഗതികൾ എന്ത് ചെയ്യുക? തടയപ്പെടുക. അത്താവ് പറഞ്ഞാൽ എന്ത് ചെയ്യുക? അടിമക്ക് ചില സംഗതികൾ എന്ത് ചെയ്യുക? കൊടുക്കുക. അപ്പൊ കിട്ടലും തടയലുമാണ് സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും കാരണങ്ങൾ. മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. നമുക്ക് എന്ത് നേടുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? സന്തോഷം. എന്ത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ദുഃഖം ഉണ്ടാവും. ഇങ്ങനെ വരുന്നത് ശരിക്കും എന്തുകൊണ്ടാണ്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഉള്ള ആ വിഷയത്തെ കുറിച്ചുള്ള ജഹലാണ്, വിവരക്കേടാണെന്ന് മനസ്സിലായി. അപ്പൊ ആ വിഷയത്തിൽ വിവരം ഉണ്ടായാൽ മൻഉ അത്താവും എന്താവില്ല. അത് മൻഉ ചിലപ്പോൾ ഖബളാവും, പിന്നെ അത്താവാൻ ചാൻസ് ഉണ്ട്. അത്താവ് ചിലപ്പോൾ ഏതാനും ചാൻസ് ഉണ്ട്. മൻആനും ചാൻസ്. മനുഷ്യനത് അറിയാത്തതുകൊണ്ടാണ്. പല സംഗതികളും അല്ലാഹു തആല നമ്മളെ തടഞ്ഞത് അല്ലാഹു തആല നമുക്ക് തന്നതാണെന്ന് മനസ്സിലാവും. ചില സംഗതി അല്ലാഹു തആല നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ തൊട്ട് എന്തായിരിക്കണം? തടഞ്ഞതുമാകാൻ ചാൻസ്. അപ്പോ കാര്യങ്ങളുടെ ഹഖീഖത്തിലേക്ക് നോക്കലാണ് അള്ളാഹുവിന്റെ അടിമ ചെയ്യുന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ്. അതിനെന്ത് വേണം? ഈ മൻഅ അത്താവും, അത്താവ് മൻഅവും. അതപ്പൊ നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാ മൻഅനെയും നമുക്ക് എന്താക്കാം? അത്താവാക്കാം. എല്ലാ അത്താവിനെയും നമുക്ക് എന്താക്കാം? മന്നാക്കാം. അതിനുള്ള ട്രിക്കാണ്. എങ്ങനെ നമുക്കുള്ള മൻഅനെ അത്താക്കാം, എങ്ങനെ നമ്മുടെ അത്താവിനെ മന്നാക്കാം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നമുക്ക് എന്തൊക്കെ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട സംഗതികൾ എങ്ങനെയൊക്കെ എന്തൊക്കെ കിട്ടിയില്ല, അത് കിട്ടിയത് എങ്ങനെയാക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ സംഗതികൾ കിട്ടിയിട്ടുണ്ട് അത് നഷ്ടപ്പെട്ടത് എങ്ങനെയാവും. അപ്പൊ അത് എങ്ങനെയാണ് അതിന്റെ ഏത് രീതിയിലാണ് അങ്ങനെ ഓരോന്നിലേക്ക് മാറുക എന്ന്, എങ്ങനെ അടിമക്കത് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ അടിമയിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അടിമയിൽ ഇത് നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്, ഇതൊക്കെയാണ് ഈ ഹിക്മത്തിൽ വിശദീകരിക്കുന്നത്. നോക്കാം. അതാണ് 84ാമത്തെ ഹിക്മത്ത്. വായിച്ചു നോക്കൂ. മത്താ ഫതഹ ലക ബാബൽ ഫഹമി ഫിൽ മൻഇ ആദൽ മൻഹു ഐനൽ അതാഇ. അതാണ് ഹിക്മത്ത്. മത്താ ഫതഹ ലക, എപ്പോഴാണോ അല്ലാഹു തആല നിനക്ക് തുറന്നു തരുന്നത്, ബാബൽ ഫഹമി, ഫഹമിന്റെ വാതിൽ. ഫഹ്മ് എന്ന് പറഞ്ഞാൽ എന്താ? ഫഹ്മ് എന്ന് പറഞ്ഞാൽ ചില പറഞ്ഞു മാഫി ഫഹം എന്ന് പറയുന്നത്. അറബികൾ പറഞ്ഞു ഫഹ്മ് എന്ന് പറയുന്നത് ആ ബുദ്ധി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള എന്തില്ല. മാഫി ഫഹം എന്ന് പറഞ്ഞിട്ടില്ലേ? കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പിന്നെന്തില്ല, ശേഷിയില്ല, അല്ലെങ്കിൽ ബുദ്ധിയില്ല എന്ന് പറഞ്ഞു. ഫഹ്മ് പറഞ്ഞാൽ ശരിക്കും ബുദ്ധി എന്നാണ്. ബുദ്ധികൂർമ്മതൊക്കെയാണ് പറയുന്നത്. ഫഹീം എന്ന് പറഞ്ഞാൽ ശരിക്കും കുട്ടികളുടെ പേരൊക്കെ ഫഹീം. ഫഹീം എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിമാൻ എന്നുള്ള അർത്ഥം. ബാബു പറഞ്ഞ വാദം. അപ്പൊ എപ്പോഴാണോ എപ്പോഴാണോ ഫതഹ ലക നിനക്ക് തുറന്നു തരുന്നത്, ബാബൽ ഫഹ്മി, ഫഹ്മിന്റെ വാതിൽ, ബുദ്ധിയുടെ വാതിൽ, കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള, മനസ്സിലാക്കാനുള്ള ആ വഴി, അല്ലെങ്കിൽ ആ ചിന്താശേഷി അല്ലാഹു തആലയുടെ ഹൃദയത്തിലേക്ക് എപ്പോഴാണോ വിശാലമാക്കി തരുന്നത്, അതാണ് ബാബ് തുറക്കാന്ന് പറഞ്ഞത്. ഏത് വിഷയത്തിൽ? ഫിൽ മൻഇ, നിന്നെ തൊട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ നിനക്ക് കിട്ടാതെയാൽ, ആ കിട്ടാതെയാതിൽ നിന്റെ ഫഹ്മ് വർക്ക് ചെയ്താൽ, അതിൽ നിന്റെ ബുദ്ധി വർക്ക് ചെയ്യേണ്ട ചില സാഹചര്യമുണ്ട്. ആ ബുദ്ധി വർക്ക് ചെയ്യേണ്ട രൂപത്തിലുള്ള വർക്കിങ്, ആ റൂട്ട് അല്ലാഹു തആലക്ക് തുറന്നു തന്നാൽ, അപ്പോൾ ആദൽ മൻഉ, അപ്പൊ ശരിക്കും നിനക്ക് വന്ന ആ മൻആവും എന്ന് പറഞ്ഞാൽ നിനക്ക് നഷ്ടപ്പെട്ട സംഗതിയാവും. ഐനൽ അതായി, ഒറിജിനൽ കിട്ടിയതാവും. അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടേക്ക് നമുക്ക് കിട്ടിയതാണ്. കിട്ടിയതെല്ലാം
കിട്ടിയത് ആവാതിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ കിട്ടിയാൽ അതിർപ്പം കൊള്ളാതിരിക്കാനും കിട്ടാത്തതിൽ ദുഃഖം വരാതിരിക്കാനും. കിട്ടാത്തതിൽ ദുഃഖം വന്നാൽ നമുക്ക് പ്രശ്നമില്ല, കിട്ടിയാൽ അതിർപ്പം കൂടിയാലും പ്രശ്നമാണ്. അപ്പൊ നഷ്ടപ്പെട്ടതിൽ കിട്ടാത്തതിൽ ആ കിട്ടാത്തതിനെ കുറിച്ചുള്ള ഒരു ഫഹമ് എപ്പോഴും കിട്ടാത്തതിൽ നിനക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഫഹമ് വർക്ക് ചെയ്താൽ ആ കിട്ടാത്തത് നിനക്ക് എന്തല്ല, കിട്ടാത്തത് അല്ല കിട്ടിയതാണ്. അതാണ് പറയുന്നത്. അപ്പൊ എപ്പോഴാണ് നിനക്ക് ഫഹമിന്റെ വാതിൽ തുറന്നു കിട്ടുന്നത്? എന്ന വിഷയത്തിൽ. അപ്പൊ അതിൽ മനു അതിനെത്തായി. അപ്പൊ മന്നൊക്കെ എന്താവും? അത്താവ് ആവും. അപ്പൊ ഫഹമുണ്ടാവുക എന്നുള്ളതാണ് അടിമയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വലിയൊരു അവസ്ഥ. എന്താണ് ഫഹമ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഫഹമിന്റെ വാതിൽ തുറന്നു കിട്ടലാണ് അടിമയുടെ വിജയം. എന്താണ് ഫഹമ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. എന്താണ് ഫഹമ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വ്യക്തമായിട്ട് നമുക്കറിയാം. അള്ളാഹു തആല റഹീമാണെന്ന് നമുക്കറിയാം. അള്ളാഹു തആല നമുക്ക് കൃപ ചെയ്യുന്നവരാണ്. അള്ളാഹിന്റെ പേരുകൾ ഖുർആൻ തന്നെ ഏറ്റവും കൂടുതൽ പ്രയോഗിച്ചത് ഏതാണ്? റഹ്മാനും റഹീമാണ്. അള്ളാഹിന്റെ റഹ്മത്തിനെ കുറിച്ച് നമുക്ക് നന്നായി അറിയാം. കാരണം അത്രയും വിശാലമാണ് അള്ളാഹുവിന്റെ റഹ്മത്ത്. റഹ്മത്തിനെ പറ്റി പറയുന്ന ചില കഥകളൊക്കെ കേട്ട് നമുക്ക് അതിശയപ്പെട്ടു. കാരണം അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ഒരു അവിശ്വാസി പോലും പഠിച്ചാൽ, ശരിക്ക് അവിശ്വാസി പോലും പഠിച്ചാൽ എന്ത് പറയും? ഇത്ര റഹ്മത്തുള്ള ഇത് പഠിച്ചവനാണെങ്കിൽ ഞാനൊക്കെ രക്ഷപ്പെടുന്ന. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് പഠിച്ചാൽ അവിശ്വാസിക്ക് പോലും എന്ത് ചെയ്യും? പ്രതീക്ഷ ഉണ്ടാവും. പരലോകത്ത് അള്ളാഹു തആല റഹ്മത്ത് കൊടുക്കണ കണ്ടാല് ഇബ്ലീസ് പോലും എന്ത് ചെയ്യും? എനിക്ക് കിട്ടുവച്ചിട്ട് എന്ത് ചെയ്യും? പോയാണ്ട് തലട്ട് നോക്കുന്നു. അള്ളാഹുവിന്റെ കാരുണ്യം കൊടുക്കണുണ്ടാണ്. അപ്പൊ അത്രയും റഹീമാണ് ആര്? അള്ളാഹു തആല. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് മുഅ്മിനീങ്ങൾ എപ്പോഴും പഠിക്കുന്നതാണ്, പഠിച്ചതാണ്. അപ്പൊ അത്രയും റഹീമായ അള്ളാഹുവാണ്. അള്ളാഹു തആല റഊഫാണ്. അടിമയോട് ഭയങ്കര ദയയാണ് അള്ളാഹു തആല. എന്താ പറഞ്ഞ് കുട്ടികളോട് മാതാക്കൾക്കുള്ള ദയക്കാളും വലിയ അലിവ് അള്ളാഹു തആല കരീമാണ്. അള്ളാഹു തആല കരീം അള്ളാഹു തആല നിരന്തരം ചോദിച്ചാല് അടിമയെ ചോദിച്ചു ഉത്തരം കൊടുക്കാതിരിക്കാന്നുള്ള അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. അല്ലെങ്കിൽ പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുമ്പോ കുറച്ചാൾക്കാർക്ക് കൊടുക്കുക, കുറച്ചാൾക്കാർക്ക് കൊടുക്കാതിരിക്കുക, അതൊന്നും ചെയ്യൂലാന്നാ. അല്ലെങ്കിൽ ദുനിയാവിലെ അടിമക്ക് എന്തേലും പിന്നെ ശിക്ഷ നടപടി അള്ളാഹു തആല നന്നാക്കാൻ വേണ്ടി കൊടുത്താൽ പിന്നെ പരലോകത്ത് പോയിട്ട് എന്ത് ചെയ്യില്ല, അതിന് വേറെ പണിഷ്മെന്റ് ഉണ്ടാവൂല. ഇങ്ങനെ അള്ളാഹു തആല അത്രയും കരീമാണ്. ചോദിക്കുന്നവന് കൈ ഉയർത്തിയാൽ ആ കൈ നിരാശനാക്കി താഴ്ത്തുക എന്നുള്ള, ആ അടിമയെ കൈ നിരാശനാക്കി അടിമ കൈ താഴ്ത്തി പോവുക എന്നുള്ള അവസ്ഥ ഇഷ്ടപ്പെടാത്തവനാണ് ആര്? അള്ളാഹു തആല. അതൊക്കെ അള്ളാഹുവിന്റെ കരീമിന്റെ വിശേഷം. അള്ളാഹു തആല ധർമ്മിഷ്ഠനാണ്. നമുക്ക് എത്ര തന്നാലും എത്ര ചെലവഴിച്ചാലും അള്ളാഹുവിന്റെ ഖജാനയിൽ എന്തില്ല, അത് തീരെ. ഇതൊക്കെ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നതാണ്. മാത്രമല്ല അള്ളാഹു തആല എന്താണോ തീരുമാനിച്ചത് അത് ചെയ്യാൻ കഴിവുള്ളവരുമാണ്. ഇതൊക്കെ മനസ്സിലാക്കിയ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ എങ്ങനെയൊക്കെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞുകൊണ്ട് പടച്ചോനോട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ആവശ്യം പറയും. അപ്പൊ നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ ആ ഇങ്ങനെയൊക്കെയുള്ള അള്ളാഹു നമ്മളുടെ ആവശ്യം പറയുമ്പോ ആ ആവശ്യം ആര് കേൾക്കുന്നുണ്ട്? അള്ളാഹു തആല കേൾക്കുന്നുണ്ട് എന്ന് ആർക്കറിയാം? ഇങ്ങനെയൊക്കെയുള്ള അള്ളാഹു തആല നമ്മളെ ആവശ്യങ്ങൾ പറഞ്ഞാൽ അത് കേൾക്കാൻ കഴിവുള്ളവനാണ്. നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ചാൽ തന്നെ അത് തിരിച്ചറിയാൻ കഴിവുള്ളവനാണ്. ഇനി നമുക്ക് നമ്മളെ മനസ്സിൽ തന്നെ നമുക്ക് വരുന്ന ആവശ്യം, നമ്മൾ അറിയാത്ത ആവശ്യം പോലും അറിയുന്നവനാണ് ആര്? അള്ളാഹു തആല. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നിരന്തരം അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഈ വിശേഷങ്ങളുള്ള അള്ളാഹു തആല നമ്മളെ കാര്യം നടത്തി തരുന്നില്ലെങ്കിൽ അതില് എന്തോ ഒരു ഹിക്മത്തുണ്ട്.
എന്ന് ചിന്തിക്കലാണ് ഏത് ഫഹം. അല്ലാതെ അങ്ങനെയല്ല അള്ളാഹുത്തല റഹീമാണ്, അള്ളാഹുത്തല ഗഫൂറാണ്, അള്ളാഹുത്തല ജവാദാണ്, അള്ളാഹുത്തല ഖുദ്റത്തുള്ളതാണ്, എന്നിട്ടും ഇന്റെ കാര്യം തീരുന്ന പഠിച്ചോ നടത്തുന്നില്ലല്ലോ എന്ന് ചിന്തിക്കലല്ല ഫഹം. അതെ. അപ്പൊ അള്ളാഹുത്താലക്ക് ഇതൊക്കെ കഴിവുണ്ടായിട്ടും ഞാൻ ദ്വാരക്കൾ അറിയട്ടും ദ്വാരക്കാലത്തന്നെ അറിയട്ടും എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഉദ്ദേശം അറിയട്ടും ഞാൻ ദ്വാരന്നിട്ട് അല്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെട്ട് എന്റെ കാര്യം അള്ളാഹുത്താല നടത്തി തരുന്നില്ല. ആ നടത്തി തരാത്തത് എന്തുകൊണ്ടാണ്? എന്നോടുള്ള നന്മ കൊണ്ടാണ് എന്ന് തിരിച്ചറിയലാണ്. അല്ല ഈ പഠിച്ചോൻ എന്ത് വെറുപ്പായ ഇഷ്ടല്ലേ, അള്ളാഹുത്താല എന്ത് സ്വീകരിക്കില്ല, അങ്ങനെ അതൊന്നും നടക്കാത്ത എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. പഠിച്ചോൻ എന്നെ ഭയങ്കര ഇഷ്ടമുണ്ട്, അതാണ് എന്റെ കാര്യം ചെയ്ത് പഠിച്ചോനെ ബ്ലോക്ക് ചെയ്തത് എന്ന് തിരിച്ചറിയാൻ കഴിയലാണ് ഫഹം. ഇങ്ങനെ ഫഹം ഉണ്ടായാൽ ആ മൻ എന്തല്ല, ശരിക്കും അതല്ല മൻ അല്ല. അല്ലാതെ അള്ളാഹുത്താലക്ക് എന്തല്ല നമുക്ക് തരാൻ പിശുക്കൊണ്ടാണോ, അല്ലെങ്കിൽ തരാൻ കഴിവില്ലാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ അള്ളാഹുത്താലക്ക് നമ്മൾ ചോദിക്കുന്നത് അറിയാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ അള്ളാഹുത്താല അറിഞ്ഞിട്ട് ശ്രദ്ധയിൽ നിന്ന് വിട്ടതാണോ? ഇതൊന്നും ആർക്കില്ലല്ലോ, അള്ളാഹുത്താലക്കില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അള്ളാഹുത്താല നടത്തി തരാത്തത്? അള്ളാഹുത്താല നമ്മളോടുള്ള അങ്ങേയറ്റത്തെ ഗുണം കൊണ്ടും സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടുമാണ്. ഇങ്ങനെ കാണലാണ് ഫഹം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അള്ളാഹുത്താല നമ്മൾ അനുഗ്രഹം പൂർത്തീകരിച്ചു തരാണ്. നമ്മൾ ആ ചോദിച്ച കാര്യം നമുക്ക് തരാത്തതിലൂടെ അള്ളാഹുത്താല നമ്മൾ ചെയ്യുന്ന എന്താണ്? നിയമത്താണത്. നമ്മൾ ചോദിച്ച കാര്യം നമുക്ക് തരാത്തത് അവിടെ അള്ളാഹുത്താല ചെയ്യണ ഏതാണ്? നിയമത്താണ്. കാരണം ഈ കാര്യം കൊണ്ട് ഏറ്റവും പരിപൂർണ അവസ്ഥ അറിയുന്നവനാണ് അള്ളാഹു. അതിന്റെ ഏറ്റവും സ്തുത്യർഹമായ അവസ്ഥ എങ്ങനെയായിരിക്കണം എന്ന് അറിയുന്നവനാണ് അള്ളാഹു. അപ്പൊ അള്ളാഹുത്താല അത് പൂർത്തീകരിച്ച് തരാത്തത് നമുക്ക് ചെയ്യുന്ന ഏതാണ്? ഗുണമാണ്. അപ്പൊ തരാത്തതാണ് ശരിക്കുന്നത് അവിടെ ഗുണം. അപ്പൊ ഇത് ആ തരാത്തതിൽ ഗുണമുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ചിന്തിക്കാനുള്ള മനുഷ്യന്റെ ചിന്താശേഷിക്കാണ് ഇത് പറയുന്നത് ഫഹം. ഈ ഫഹം വർക്ക് ചെയ്താൽ നമുക്ക് എന്തുണ്ടാവില്ല, ആ ഒരു പ്രയാസം അവിടെ ഉണ്ടാവില്ല. അതിനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എന്തായിരിക്കും? നിങ്ങൾ വെറുക്കുന്ന പലതും നിങ്ങൾക്ക് ഖൈറായിരിക്കും, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പലതും നിങ്ങൾക്ക് ഷർറായിരിക്കും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. നിങ്ങൾ അള്ളാഹ്ക്ക് കാര്യങ്ങൾ അറിയാം, നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ പല സംഗതികളും നമ്മൾ വിചാരിക്കുന്നത് നമുക്കത് അനുകൂലമാണെന്നാണ്. പക്ഷെ അത് നമുക്ക് ചിലപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തോന്നുന്നത് നമുക്ക് പ്രതികൂലമാവും. അതുകൊണ്ടാണ് അള്ളാഹു തആല നമുക്കത് തരാത്തത്. അപ്പൊ അള്ളാഹു തആലയുടെ ഹിക്മത്ത് എന്താ മനസ്സിലാക്കുക? അള്ളാഹു തആലയുടെ ഹിക്മത്ത് മനസ്സിലാക്കുന്നതിനാണ് ഫഹം എന്ന് പറയുന്നത്. അള്ളാഹു തആലയുടെ ഹിക്മത്ത് എന്താ? റബ്ബമാ അത്തൽ ഫവായിദു മിൻ വുജൂഹിൽ ശദായിദ്. ചിലപ്പോൾ നമുക്ക് കുറെ ഗുണങ്ങൾ കിട്ടും. ഗുണങ്ങൾ കിട്ടുന്നത് മുഴുവൻ ഏതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? പ്രയാസത്തിന്റെ അടിസ്ഥാനത്തിൽ. വരുന്നത് മുഴുവൻ പ്രയാസമാണ്, കിട്ടുന്നത് മുഴുവൻ എന്തായിരിക്കും? ഗുണമായിരിക്കും. അപ്പൊ പ്രയാസം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ ആ പ്രയാസത്തിലൂടെ നമുക്ക് ഏത് കിട്ടുന്നത്? ഗുണം കിട്ടുന്നത്. ചിലപ്പോ നമുക്ക് ഗുണങ്ങളാണെന്ന് വിചാരിക്കും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഏതായിരിക്കും? അത് പ്രയാസമായിരിക്കും. ചിലപ്പോ അനുഗ്രഹങ്ങളാണെന്ന് വിചാരിക്കും, പക്ഷെ അനുഗ്രഹത്തിൽ ഏതുണ്ടാവും? പരീക്ഷണമായിരിക്കും. ചിലപ്പോ പരീക്ഷണങ്ങളാണെന്ന് വിചാരിക്കും, പക്ഷെ പരീക്ഷണങ്ങളല്ലായിരിക്കും, അതെന്തായിരിക്കും? അനുഗ്രഹമായിരിക്കും. ചിലപ്പോ നമുക്ക് വിദേശത്ത് ജോലിക്ക് പോകാൻ വേണ്ടിട്ട് വിസ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് എല്ലാം റെഡിയായി ലാസ്റ്റ് വിസ മുടങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തുണ്ടാകും? അത് തടഞ്ഞതിന് ചിലപ്പം ഫഹമില്ലാത്തവൻ എന്ത് ചെയ്യും? അതിൽ നിരാശനാവും. ഫഹമുള്ളവനാണെങ്കിലോ അതിൽ എന്തെങ്കിലും മിക്കുമ്പത്തുണ്ടാവും. പഠിച്ചോ ഇത്രയും ഞാൻ പണിയെടുത്തിട്ട് മെനക്കെട്ടിട്ട് അള്ളാഹു തആല എടുത്തിട്ട് തടഞ്ഞതല്ലേ, അപ്പൊ അതിൽ എനിക്കൊരു ഖൈറുണ്ടാവും എന്ന് വിചാരിക്കും. എന്നിട്ട് ഒരു നിരാശ അവന്റെ മനസ്സിലുണ്ടാവില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നിൽക്കുമ്പോഴായിരിക്കും അവന് നാട്ടിൽ നല്ല പണിയുണ്ടായി, നല്ല ഉഷാറായി കുടുംബത്തോടു കൂടി ജീവിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ്? ആ വിദേശത്ത് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഈ സംഗതി ഉണ്ടാവില്ല. അപ്പൊ ആ മനസ്സിലേക്ക് അല്ലാഹു തആല വേറെ തരാൻ വേണ്ടിയിട്ടാണ്.
പരീക്ഷണങ്ങൾ അനുഗ്രഹമായിരിക്കും. ചില ആളുകൾക്ക് ചില രോഗങ്ങൾ അല്ലാഹു തആല കൊടുക്കും. അപ്പൊ ആ രോഗങ്ങൾ കൊടുക്കുമ്പോൾ അവന്റെ കുറെ സംഗതികൾ തടയും. അപ്പൊ ആ രോഗങ്ങളിലൂടെ അവൻ ചെയ്യും, അവന് ആകെ മാറിയിട്ടുണ്ടാവും. ചില അസുഖം വരുന്നതോടുകൂടി ചെയ്യും ആളുകളുടെ മാറും, ജീവിതശൈലി തന്നെ മാറും, ഇബാദത്തുകൾ കൂടും, അള്ളാഹുവിലേക്കുള്ള വഴികൾ നന്നാക്കും, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കും. അങ്ങനെ കുറച്ചു കാലം ആ രോഗത്തിൽ പെട്ടതുകൊണ്ട് അവൻ അങ്ങനെ നന്നായി പിന്നെ നമുക്ക് മനസ്സിലാവും ആ രോഗമാണ് ഇവൻ എന്താക്കിയത്, നന്നാക്കി. അപ്പൊ പരീക്ഷണങ്ങളാണ്. പരീക്ഷണം നമ്മൾ വെറുക്കുന്ന സംഗതിയാണ്, ഇഷ്ടപ്പെടാത്താണ്. പക്ഷെ അതിലൂടെ അള്ളാഹു തആല ചെയ്യുന്നതാണ് അനുഗ്രഹം. അതുപോലെ തന്നെ ചില വിവാഹങ്ങൾ നമ്മൾ വിചാരിക്കും, ചില വിവാഹങ്ങൾ നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് ഇഷ്ടമാണ്, കുടുംബങ്ങളാണ് ഇഷ്ടപ്പെട്ട് ചിലപ്പോൾ ചെയ്യണം, അത് നമ്മൾ വിചാരിച്ച പോലെ ലാസ്റ്റ് എങ്ങനെയോ മുടങ്ങിപ്പോയി. അപ്പൊ നമുക്ക് ഭയങ്കര നിരാശയില്ല, ചിലർക്ക് ഭയങ്കര നിരാശയില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഒഴിവാക്കുമ്പോഴാണ് നല്ലൊരു വിവാഹം വന്ന് നമുക്ക് മനസ്സിലാവും ഇതാണ് നമുക്ക് കിട്ടിയതിൽ ഏറ്റവും നല്ലത്, മറ്റത് മടങ്ങിയത് എത്ര നന്നായി. അപ്പൊ ചില മനഅനെ കുറിച്ച് അല്ലാഹു തആല നമുക്ക് എന്താണോ വിലങ്ങിയത്, നമ്മൾ അല്ലെങ്കിൽ നമ്മളെ കാര്യം എന്താണോ നടക്കാത്തത്, ആ നടക്കാത്തത് അല്ലാഹു തആല നടത്താത്തത് അള്ളാഹ്ക്ക് കഴിവില്ലായ്മ കൊണ്ടല്ല, സാധിക്കാത്തത് കൊണ്ടല്ല, അറിയാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ അള്ളാഹിന്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുകൊണ്ടല്ല, അല്ലെ അള്ളാഹിന്റെ പിശുക്കൊണ്ടല്ല, അല്ലെ അള്ളാഹുവിന്റെ മറ്റുള്ള കഴിവുകൾ കൊണ്ടല്ല, അല്ലാഹു തആല അത് നമുക്ക് നമ്മളുടെ ഇഷ്ടം കൊണ്ട് തരാത്തതാണ് എന്ന് ബോധ്യം മനസ്സിലുണ്ടാക്കിയെടുക്കലാണ് ഫഹ്മ്. അപ്പൊ എങ്ങനെയാണ് ഉപകാരം കിട്ടുക, എന്തിനാണ് ഉപദ്രവം നമുക്ക് ആർക്കറിയില്ല, നമുക്കറിയില്ല, അള്ളാഹ്ക്ക് അറിയാം. അതാണ് നമ്മൾ പറയുന്നത്. അതാണ് ചിലപ്പോ നമുക്ക് കിട്ടുന്നത് എന്താണ്, ചിലപ്പോ മഹാന്മാർ പറയുന്നത് റബ്ബമാൻ ഇൻതഫഅന അലാ ഐദിൽ അഅദാഇന വഊദീന അലാ ഐദിൽ അഹ്ബാബിന. ചിലപ്പോ നമുക്ക് ഉപകാരം കിട്ടൽ നമ്മളെ ശത്രുക്കളെ കൊണ്ടാണ്. ചിലപ്പോൾ നമുക്ക് ഉപദ്രവം കിട്ടി നമ്മളെ മിത്രങ്ങളെ കൊണ്ടുപോകാം. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഏർപ്പാടുകളൊക്കെ തുടങ്ങാൻ വിചാരിച്ചിട്ടുണ്ടാവും, നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മളിപ്പോ എന്താ ചെയ്യാം, നമ്മൾ നല്ലൊരു ഫണ്ട് അവിടെ മുടക്കാൻ തീരുമാനിച്ചു, കോടിക്കണക്കിന് രൂപ മുടക്കാൻ അവിടെ നിന്ന് കടക്കി വാങ്ങി നല്ലൊരു ബിസിനസ്, നല്ല റൂമൊക്കെ സെറ്റാക്കി എല്ലാം റെഡിയായി പ്ലാൻ ചെയ്തവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ നമ്മോട് ദേഷ്യമുള്ള ഒരാളെന്ത് ചെയ്തു, അതാ ബിൽഡിംഗ് ലോണോട് പറഞ്ഞിട്ട് ആ ബിൽഡിങ്ങോട് കൊടുക്കുക. നമ്മള് ദേഷ്യം കൊണ്ടാണ് അവൻ പറയുന്നത് നമ്മളോട് വെറുപ്പോണ്ട് ദേഷ്യം കൊണ്ടായിരിക്കും അയാൾക്ക് കൊടുക്കരുത്, അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അത് മുടക്കി. പിന്നെ അവിടെ വേറെ ആളുകൾ കുറെ തുടങ്ങി ഉണ്ടാക്കുക പരാജയമാണ്. അപ്പൊ നമ്മളെ ഫണ്ട് അവിടെ വേസ്റ്റ് ആവാതിരിക്കാൻ അല്ലാഹു തആല നമുക്ക് ഉപകരിപ്പിച്ചത് ആരാണ്, നമ്മളെ ശത്രുവാണ്. ചില ആളുകൾ നമ്മളെ എന്തെങ്കിലും കാര്യങ്ങൾ മുടക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളോട് വെറുപ്പുകൊണ്ട് അവർ മുടക്കിയെങ്കിലും അവർ ചെയ്ത് ചിലപ്പോൾ എന്താവും, നമുക്ക് ചെയ്ത ഉപകാരമാകാൻ ചാൻസ്. അപ്പൊ നമുക്ക് ശരിക്ക് നമ്മളെ ചിലപ്പോ ശത്രുക്കളെ കൊണ്ടാണ് ചിലപ്പോ നമുക്ക് കുറെ ഉപകാരങ്ങൾ കിട്ടുക. ആ നിലക്ക് നോക്കുമ്പോ അവരുടെ പ്രവർത്തനം അള്ളാഹുവിന്റെ അടുത്ത് ഇഷ്ടമുണ്ടോ ഇല്ലോ നമുക്കറിയില്ല. അത് അതിന് വേറെ വിചാരണ നമുക്ക് ചെയ്ത ഉപകാരം വെച്ചിട്ട് അയാൾക്ക് കൂലി കിട്ടുമോ, അത് കിട്ടൂല. അത് വേറെ ഉണ്ടോ, കല്യാണം മുടക്കി അവനക്കത് ഹൈറുണ്ടാവില്ല, ചില മുടക്കണോ അത് പറഞ്ഞെടുക്കാൻ പറ്റുമോ, ഇല്ല. അവനക്കതിന്റെ ശരീരത്തനുസരിച്ച് വേറെ പഠിച്ചതിന്റെ ഭാഗത്തുണ്ടാവും. അപ്പൊ മിത്രങ്ങൾ കൊണ്ട് ഉപദ്രവം ഉണ്ടാവും, ശത്രുക്കൾ കൊണ്ട് ഉപകാരം ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുകയും ഇപ്പൊ സന്തോഷത്തിലൂടെ ദുഃഖം ഉണ്ടാവും, ദുഃഖത്തിലൂടെ ഏതുണ്ടാവും, സന്തോഷം ഉണ്ടാവും, ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ആളാണ് ഫഹീം എന്ന് പറയുന്നത്. അവനാണ് ബുദ്ധിമാൻ. അപ്പൊ ഞാൻ പറയുന്നത് ചുരുക്കുന്ന, നമുക്ക് എന്താണോ സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്താണോ കിട്ടാത്തത് അതിന്റെ കാര്യം നമുക്കറിയില്ല, അതിന്റെ ഒരു അവസ്ഥയും നമുക്കറിയില്ല. അപ്പൊ അതിൽ എന്തെങ്കിലും ഹൈറുണ്ടാവുമെന്ന് മനസ്സുകൊണ്ട് ശക്തിയായിട്ട് ചിന്തിച്ചെടുക്കലാണ് പ്രാർത്ഥന. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഉദാഹരണം പറയാം, നമുക്ക് കുറെ ഉപദ്രവങ്ങൾ നമുക്ക് വരാനുണ്ട്, നമുക്ക് അറിയുകയും ചെയ്യാം, നമുക്ക് തടയാനുള്ള സംവിധാനങ്ങളും അറിയാം. എന്നാൽ തന്നെ പലതും നമുക്ക് ചിലപ്പോൾ തടയാൻ കഴിയുന്നില്ല. അപ്പൊ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ തടയാനുള്ള വഴി പോലും അറിയില്ല. അങ്ങനത്തെ കാര്യങ്ങൾ തടയാൻ നമുക്ക് എങ്ങനെ കഴിയാം? നമ്മൾ അറിയുന്ന കാര്യങ്ങളെല്ലാം തടയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തടയാനുള്ള സംവിധാനം അറിഞ്ഞിട്ട് തന്നെ അത് തടയാൻ ചിലപ്പോൾ നമ്മളെ കൊണ്ടില്ല, പരാജയപ്പെടലും.
അപ്പൊ നമ്മൾ അറിയാത്ത കുറെ കാര്യങ്ങൾ അപ്പുറത്ത് നടക്കുന്നത്, അതെങ്ങനെ നമ്മൾ തടയും? അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ആരും സഹായം